അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറി. ടൈലും കല്ലൊക്കെ വിരിച്ച നല്ലൊരു നടപ്പാത തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ തോപ്പും മറ്റൊരു സൈഡിൽ മതിൽക്കെട്ടുമാണ് ഉള്ളത്. കുറച്ചങ്ങനെ നടക്കുമ്പം മാളികയിലേക്ക് കയറാനുള്ള വാതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കൂടെയാണ് കയറേണ്ടത്. ഇത് സൈഡ് ഭാഗമാണ് മാളികയുടെ. മോൾക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. പിന്നെ എൻട്രി പാസും ഫോട്ടോഗ്രാഫിക്കൽ എമൗണ്ടും സെപ്പറേറ്റ് കൊടുക്കണം. പുറത്തു നിന്നുള്ള വ്യൂ മാത്രമേ ഞാൻ ക്യാമറയിൽ പകർത്തിയുള്ളൂ. ഉള്ളിലെ ഫോട്ടോസൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. പക്ഷേ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ പോയിരിക്കണം, ഇതെല്ലാം കണ്ടിരിക്കണം. ഒരു പ്രത്യേക രസം തന്നെയാട്ടോ അതൊക്കെ. പണ്ടത്തെ കുറേ മൂവീസിൽ ഈ മാളിക നമുക്ക് കാണാൻ പറ്റും. മോൾക്ക് പിന്നെ പുൽത്തകിടി കണ്ടപ്പം ഓടി കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു. അവൾ കളിക്കുന്നത് നോക്കിയിട്ട് ഞാനൊരു സൈഡിലിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വരെ ആശാത്തി വന്നില്ല. കുറേ നേരം അവൾ അവിടെ കളിച്ച് നടക്കുമായിരുന്നു. നല്ല രസമാട്ടോ ഇങ്ങനെ പുല്ലിലൊക്കെ അവിടെ ഇരിക്കാൻ. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു. ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കിലുവിനെ അവിടെ നിന്ന് കൂട്ടിയത്. ഓടി കളിച്ചതിൻ്റെ ക്ഷീണം കൊണ്ട് മോൾക്കും നടന്ന് കണ്ടതിൻ്റെ ക്ഷീണം കൊണ്ട് ചേട്ടനും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അന്നാഭവനിൽ കയറി ദോശയും വടയൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. KFC കുറേ നാളായിട്ട് കഴിക്കാറൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒരു പൂതി തോന്നി ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു ഓക്കെ നോക്കാമെന്ന്. ദോശ കഴിച്ചാൽ പിന്നെ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ ഞാൻ ഒതുക്കി. അപ്പോൾ ഓക്കെ.